few if you would. Let me tell you, you should be embarrassed asking that question. They're giving us a free jet. I could say, no, don't give us, I want to pay you $1 billion or 400 million or whatever it is. Or I could say, thank you very much. It's not a gift to me, it's a gift to the Department of Defense. And you should know better, because you've been embarrassed enough, and so has your network. Your network is a disaster. ABC is a disaster. Good evening, America. സമ്മാനം എന്ന് വെച്ചാൽ ഒന്നൊന്നര സമ്മാനം. ഒരു സമ്മാനം കിട്ടുന്നത് ആർക്കാ ഇഷ്ടമല്ലാത്തത്? ആരെങ്കിലും ഒരു സമ്മാനം തന്നാൽ ഓക്കെ ഞാൻ അതിന്റെ പൈസ തരാമെന്ന് പറയുമോ അതോ താങ്ക് യു പറയുമോ? ഇത്ര വലിയ സമ്മാനം വേണ്ടെന്ന് വെക്കാൻ ഞാൻ എന്നാ മണ്ടനാണോ? ഇതൊന്നും എന്റെ ചോദ്യമല്ല. കണ്ടു, ഇഷ്ടപ്പെട്ടു, എടുക്കുന്നു എന്ന് പറഞ്ഞത് ട്രംപാണ്. ഫെബ്രുവരി 2025 ഫ്ലോറിഡയിലെ പാം ബീച്ച് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഖത്തർ രാജകുടുംബം എത്തിയത് ബോയിങ് 747 വിമാനത്തിൽ. വിമാനമെന്നൊന്നും പറഞ്ഞാൽ പോരാ, ആഡംബരത്തിന്റെ അവസാന വാക്കായ ഒരു ആകാശ കൊട്ടാരം. വിമാനത്തിൽ കയറിയ ട്രംപിന് അതിലെ ആഡംബരങ്ങൾ അങ്ങ് ഇക്ഷ പിടിച്ചു. ബോയിങ് 747ഓടുള്ള ട്രംപിന്റെ പ്രിയമറിഞ്ഞ ഖത്തർ രാജകുടുംബം അതിലൊരെണ്ണം ട്രംപിന് അങ്ങ് ഗിഫ്റ്റ് ചെയ്താലോ എന്ന ചിന്തയിലേക്ക്. ട്രംപ് ഗൾഫ് സന്ദർശനത്തിനെത്തുമ്പോൾ സമ്മാനം കൈമാറാമെന്ന അറിയിപ്പ്. പിന്നെ വിവാദം. ഇങ്ങനെയൊക്കെ ചെയ്യാമോ? മറ്റൊരു രാജ്യത്തിന്റെ സമ്മാനം വാങ്ങാമോ എന്നൊക്കെ ചർച്ച. സ്റ്റാച്യു ഓഫ് ലിബർട്ടി മുതൽ അമേരിക്ക വാങ്ങിയ സമ്മാനത്തിലൊന്നും ഒരു കുഴപ്പവുമില്ലായിരുന്നല്ലോ എന്ന് ട്രംപ് ആരാധകർ. ഒടുവിൽ ആ സമ്മാനം വാങ്ങാമെന്ന് അമേരിക്ക അങ്ങ് തീരുമാനിക്കുകയാണ്. വിവാദങ്ങൾക്ക് അവസാനമായോ? അമേരിക്കൻ ഡയലോഗ് പവേർഡ് ബൈ ഹെഡ്ജ് ന്യൂയോർക്കും ഈ വാരം ചിന്തിക്കുന്നത് ഈ വിഷയമാണ്. സമ്മർദ്ദമോ സമ്മാനമോ? ഇന്നത്തെ എന്റെ അതിഥികൾ ഷുഗർലാൻഡ് പ്രസിംഗ് ചെയറും റിപ്പബ്ലിക്കൻ പാർട്ടി സ്റ്റേറ്റ് ഡെലിഗേറ്റുമായ ഡാൻ മാത്യൂസ്, അമേരിക്കൻ രാഷ്ട്രീയ നിരീക്ഷകൻ മിഥുൻ തോമസ്, മലയാളി കമ്മ്യൂണിറ്റി ലീഡർ സുനിൽ വർഗീസ് എന്നിവരാണ്. എല്ലാ പ്രേക്ഷകർക്കും എല്ലാ അതിഥികൾക്കും അമേരിക്കൻ ഡയലോഗ് പവേർഡ് ബൈ ഹെഡ്ജ് ന്യൂയോർക്കിലേക്ക് സ്വാഗതം. അതിഥികളിലേക്കാണ് ആദ്യം ശ്രീ മിഥുൻ തോമസിലേക്കാണ്. ശ്രീ മിഥുൻ തോമസ്, ശരിക്കും ഈ ട്രംപ് ഫാമിലിക്ക് ഇങ്ങനെ ഒരു വിമാനത്തിന്റെ ആവശ്യമുണ്ടോ? തീർച്ചയായിട്ടും ആവശ്യമില്ല. കാരണം ട്രംപ് ഫാമിലിക്ക് 757 എന്ന് പറയുന്ന ആഡംബര ജെറ്റ് ഓൾറെഡി ഉള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ 747 എന്ന് പറഞ്ഞാൽ ഒരു ആക്രി എയർക്രാഫ്റ്റ് ആണ്. ഈ എയർക്രാഫ്റ്റ് ഹമദ് എയർപോർട്ടിൽ വല്ല പാർക്കിംഗ് ബേയിൽ കിടക്കുകയാണ്. 2020 മുതൽ എന്റെ അറിവിൽ ഇത് ഓൺ ലിസ്റ്റിലാണ്, സെയിലിന് കിടക്കുകയാണ്. ആരും വാങ്ങാനില്ല. 2013 ഇത് വന്നിരിക്കുന്നത് സർവീസിലേക്ക്. 2 എന്റെ അറിവിൽ ഫ്രീ ആയിട്ട് കൊടുത്തിരിക്കുകയാണ് ടർക്കിക്ക്. വെറുതെ കൊണ്ടുപോയിക്കൊള്ളാൻ പറഞ്ഞു. അങ്ങനെ 2-3 വെറുതെ അവിടെ കിടക്കുമ്പോൾ ഇതൊരു ആക്രി എയർക്രാഫ്റ്റ് ആർക്കെങ്കിലും കൊടുക്കണം എന്ന് ആലോചിച്ച് കിടക്കുമ്പോഴാണ് ഈ പറയുന്ന ട്രംപിന്റെ കണ്ണിലേക്ക് വരുന്നത്. ട്രംപിന്റെ ഫാമിലിക്ക് ഇതിൽ യാതൊരു ഇൻട്രസ്റ്റും ഇല്ല. ഇറ്റ്സ് എ പ്യൂർലി എന്ന് പറയുന്നതിലേക്ക് ഒരുപാട് പുറകിലേക്ക് പോകേണ്ടി വരും ക്രിസ്റ്റീന ടു അണ്ടർസ്റ്റാൻഡ് അബൌട്ട് ദിസ്. ഓക്കെ, 1990 ഈ പറയുന്ന ഇപ്പോഴത്തെ എയർഫോഴ്സ് 1 747-200 സർവീസിൽ വരുന്നത്. ഏകദേശം 35 വർഷമായി. 2018 ട്രംപ് അധികാരത്തിൽ വന്നു. ഫസ്റ്റ് ടൈം അദ്ദേഹം ഒരു പ്രപ്പോസൽ വെച്ചു, ലെറ്റ്സ് ഗെറ്റ് എ ന്യൂ ട്രംപ് അല്ല, എയർഫോഴ്സ് 1. ഓക്കെ, അങ്ങനെ ബിഡ് കൊടുത്തു. അതിന് പ്രപ്പോസൽ ഓഫ് കോഴ്സ് ബോയിങ് ആയിരിക്കും ഫസ്റ്റ് ചോയ്സ്. അമേരിക്കൻ മാനുഫാക്ചർ ആണ്. ബോയിങ്ങിനോട് പോലും ട്രംപ് അന്ന സമയത്ത് ഈസ് ബാർഗെയിൻ ഫോർ ഇറ്റ്. ബോയിങ് 5 ബില്യൺ പറഞ്ഞു, പിന്നെ ട്രംപ് 3.9 ബില്യൺ പറഞ്ഞു. എൻഡ് ഓഫ് ദ ഡേ കോൺട്രാക്ട് കൊടുത്തിരിക്കുകയാണ് ആർക്ക്? ബോയിങ്ങിന്. 6 വർഷം കഴിഞ്ഞു. കഴിഞ്ഞ 4 വർഷം ബൈഡൻ ആയിരുന്നു. ഹി ഡോണ്ട് കെയർ അബൌട്ട് ഇറ്റ്. ഹി വാസ് സ്ലീപ്പിംഗ് എയ്തർ വേ. അങ്ങനെ ട്രംപ് വീണ്ടും വന്നു. 2025 ട്രംപ് വീണ്ടും ബോയിങ്ങിനെ വിളിച്ചു. കം ഗൈസ്, വാട്ട്സ് ഗോയിങ് ഓൺ? ഈ പറയുന്ന ഡീൽ എന്തുവായി? അവർ പറഞ്ഞു സപ്ലൈ ചെയിൻ ഇഷ്യൂ ഞങ്ങൾക്ക്. ബോയിങ്ങിന്റെ വേറൊരു സ്റ്റോറിയാണ്. വി നോ ദാറ്റ് അവരുടെ സ്പേസിൽ ഇഷ്യൂ, ദെൻ 737 മാക്സ് വാസ് ഗ്രൗണ്ടഡ് ആൻഡ് ഓൾ ദോസ്. അവർക്ക് വേറെ ഇഷ്യൂ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ട്രംപിന് മനസ്സിലായി അടുത്ത 3 വർഷത്തേക്ക് കിട്ടാൻ പോകുന്നില്ല ഏത് എയർഫോഴ്സ് 1. ട്രംപിന് വേറെ ഹിസ്റ്ററിയും കൂടി ഉണ്ട്. ട്രംപിന് ദിസ് എ ത്രെറ്റ് ബൈ ഇറാൻ ദാറ്റ് ട്രംപ് 1 എന്നുള്ള ഈ പറയുന്ന ട്രംപിന്റെ ആഡംബര വിമാനം യൂസ് ചെയ്യാൻ പറ്റില്ല. മേ ബി ദേ വിൽ ഷോട്ട് ഡൗൺ ഡ്യൂറിംഗ് ലാൻഡിംഗ് ആൻഡ് ടേക്ക് ഓഫ്. അതുകൊണ്ട് ക്യാമ്പയിൻ സമയത്തേക്ക് അദ്ദേഹം ഒരു ഡീകോ എയർക്രാഫ്റ്റ് ആണ് പറഞ്ഞിരുന്നത്. അതൊക്കെ കഥ എല്ലാവർക്കും അറിയാം. സോ ഹി നീഡ് എ ന്യൂ ട്രംപ് എയർഫോഴ്സ് 1. അങ്ങനെ അദ്ദേഹം മാർക്കറ്റിൽ അന്വേഷിക്കാൻ പറഞ്ഞു. ആരോട്? അദ്ദേഹത്തിന്റെ അഡ്വൈസർ ഓഫ് മിഡിൽ ഈസ്റ്റ് സ്റ്റീവനോടും. ആൻഡ് ബോയിങ് ഇറ്റ് സെൽഫ്. ഈ പറഞ്ഞ സംഭവം എന്ന് പറയുന്നത് ഈ എയർക്രാഫ്റ്റ് കസ്റ്റമൈസ്ഡ് എയർക്രാഫ്റ്റ് ആണ്. ഈ പറഞ്ഞ 747 ഹു യൂസ് ഓൾ ദീസ് കൈൻഡ് ഓഫ് ഹെഡ് ഓഫ് സ്റ്റേറ്റ്. അങ്ങനെയാണ് ഈ പറയുന്ന ബോയിങ്ങും പിന്നെ സ്റ്റീവും പറഞ്ഞു ഖത്തറിന്റെ കയ്യിലുണ്ട് ഒരു എയർക്രാഫ്റ്റ് ഉണ്ട്. ഓക്കെ, ലെറ്റ്സ് ബൈ ദാറ്റ്. ഓക്കെ, അങ്ങനെ എന്താ പറയുക, ഹമദ് ഫാമിലി ഇത് കേട്ടപ്പോൾ അദ്ദേഹം വെരി ഹാപ്പി. അപ്പൊ ട്രംപ് പറഞ്ഞു, ഹമദ് ദിസ് തമീം യു ആർ വെരി ഗുഡ് ഫ്രണ്ട് ഓഫ് മൈൻ, give me free. So this is the way they do business. അങ്ങനെയാണ് ഇതിന്റെ സ്റ്റോറി. അതിലേക്കാണ് എത്തിയിരിക്കുന്നത്. ഈ പറയുന്ന പോലെ എന്താ പറയുക, ട്രംപിന്റെ കണ്ണിൽ ചെന്ന് പെട്ടു അല്ലെങ്കിൽ ഇതിന്റെ സമ്മർദ്ദം ഒന്നുമല്ല. ഇറ്റ്സ് എ ബിസിനസ്. അമേരിക്ക വാണ്ട്സ് എൻ എയർക്രാഫ്റ്റ്.
ഈ പെട്ടെന്ന് കിട്ടിയേ പറ്റൂ, അടുത്ത 2 വർഷം കൊണ്ട് ഹി നീഡ് ന്യൂ എയർഫോഴ്സ് 1. അങ്ങനെയാണ് ഡീൽ വന്നിരിക്കുന്നത് ക്രിസ്ത്യൻ. ശരി, താങ്ക് യു ശ്രീ മിഥുൻ തോമസ്. ശ്രീ സുനിൽ വർഗീസ്, ഇപ്പോൾ നമ്മൾ ലോകം കേൾക്കുന്ന മാധ്യമങ്ങളിലൂടെ നമ്മൾ അറിയുന്ന അല്ലെങ്കിൽ ലോകത്തെ കേൾപ്പിക്കുന്ന ഒരു സ്റ്റോറി ഉണ്ട്. അപ്പോൾ ആ വെർഷനിലല്ലാതെ അതിനൊരു അൺടോൾഡ് സ്റ്റോറി ഉണ്ടെന്നാണ് ഇപ്പോൾ മിഥുൻ പറയുന്നത്. അപ്പോൾ ആ അൺടോൾഡ് വേർഷനാണ് പറഞ്ഞത്. നമ്മൾ പറയുന്ന ഈ ആകാശ കൊട്ടാരം, ഖത്തർ കൊടുത്ത ഗിഫ്റ്റ് എന്ന് പറയുന്ന ഈ സംഭവം, ഇത് വെറും ഒരു ആക്രി സാധനമാണ്, എങ്ങനെയെങ്കിലും ഒഴിവാക്കാനുള്ള ഒരു സാധനം അമേരിക്കയുടെ തലയിൽ കെട്ടിവെച്ചു എന്നുള്ള ഒരു വേർഷനാണ് മിഥുൻ പറയുന്നത്. പക്ഷേ ഇതിനൊക്കെ ഒരു എത്തിക്സ് ഉണ്ടല്ലോ. നമ്മുടെ ഫെഡറൽ ഗവൺമെന്റിന് അല്ലെങ്കിൽ ഫെഡറൽ സംവിധാനത്തിന് കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. ഇപ്പോഴും പറയുന്നത് ആ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒന്നും ഇത് വയലേറ്റ് ചെയ്യുന്നില്ല എങ്കിൽ പോലും ഇത്ര വലിയൊരു സമ്മാനം ഒരു രാജ്യത്തിൽ നിന്ന് സ്വീകരിക്കുമ്പോൾ അതിനകത്തൊരു എത്തിക്കൽ ഇഷ്യൂ വരുന്നില്ലേ? കൃഷ്ണ, ചോദ്യം വളരെ നല്ല അർത്ഥമുള്ള ചോദ്യം ചോദിച്ചിരിക്കുന്നത്. ആദ്യമായിട്ട് മിഥുൻ പറഞ്ഞ ഒരു മറുപടി പറയാം. ഇതൊരു ആക്രി സാധനമല്ല. ഇത് ഖത്തറിന് ട്രംപുമായിട്ടൊരു കമ്മിറ്റ്മെന്റ് ഉണ്ട്. അത് ബാക്ക് ഇൻ 2017 അവിടെ ബ്ലോക്കേഡ് ഉണ്ടാക്കിയിരുന്നു GCC കൺട്രീസിലവിടെ ചേർന്നിട്ട്. അന്ന് ഖത്തറിന്റെ കൂടെ കട്ടയ്ക്ക് നിന്ന ഒരാളാണ് ട്രംപ്. അപ്പൊ ട്രംപിനോടുള്ള ഒരു സ്നേഹവും ഒരു കടപ്പാടും കൊണ്ടാണ് ഖത്തർ ഫാമിലി ഓഫർ ചെയ്തത്. അതിന്റെ കഥകളൊക്കെ ഓൾറെഡി പറഞ്ഞു, നമ്മൾ അതിലേക്ക് ഇനി പോകേണ്ട കാര്യമില്ല. അപ്പോ അന്ന് നിങ്ങൾ ഈ ഖത്തറിനെ പറ്റി നിങ്ങൾ കാര്യം മനസ്സിലാക്കണം. ഖത്തർ വേൾഡില് വൺ ഓഫ് ദ റിച്ചസ്റ്റ് കൺട്രീസ് എന്ന് വേണമെങ്കിൽ പറയാം. അവിടെ പെർ ക്യാപിറ്റൽ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം. നമ്മൾ അതിനെപ്പറ്റി വി ക്യാൻ ഡിബേറ്റ് ഓൾ ഡേ ലോങ്. ആൻഡ് ഹമദ് ഫാമിലി ഹൗ സ്ട്രോങ് ദേ ആർ among the all Arab countries. ഞാൻ ഖത്തറിലേക്ക് 10-40 പ്രാവശ്യം പോയിട്ടുള്ള ആളാണ്. ഞാൻ അവിടെ ബേസ്ഡ് ജീവിച്ചിട്ടുള്ള ഒരാളാണ്, ദുബൈയിലൊക്കെ ബേസ്ഡ് ആയിട്ട്. അപ്പോൾ അതോടെ നിൽക്കട്ടെ. സോ ഈ മിഥുൻ പറഞ്ഞ ടു വൺ എക്സ്റ്റെന്റ് കാര്യങ്ങൾ ശരിയാണ്. ആ ഫ്ലൈറ്റിന്റെ ക്വാളിറ്റി പറഞ്ഞത് വെച്ചിട്ട്. അപ്പം ഈ 2 വർഷം ബോയിങ്ങിനെ നമ്മൾ അമേരിക്ക അപ്രോച്ച് ചെയ്തപ്പോൾ, ഫെഡറൽ ഗവൺമെന്റ് അപ്രോച്ച് ചെയ്തപ്പോൾ അവർ നല്ല വെയിറ്റിംഗ് ടൈം പറഞ്ഞിരുന്നു. പ്രോബ്ലി സപ്ലൈ ചെയിൻ ഓർ വാട്ട് എവർ ദ കേസ് മേ ബി. അപ്പോൾ ഇതിങ്ങനെ ഒരു ഡിസ്കഷൻ ഉണ്ടായി. ഈ പറഞ്ഞ പോലെ ശരിയാണ്. നമ്മുടെ മിഡിൽ ഈസ്റ്റിന്റെ എൻവോയാണ് പോയിട്ട് കാര്യങ്ങൾ നെഗോഷിയേറ്റ് ചെയ്തതും സംസാരിച്ചതും ഇതൊക്കെ ഓക്കെയാണ്. ഖത്തറിനെ പറ്റി പറയുകയാണെങ്കിൽ ഖത്തറിന് അന്നൊരു ബ്ലോക്കേഡ് ഉണ്ട സമയത്ത് ഈ പറഞ്ഞ ആൾക്കാർ ആരും കൂടില്ലായിരുന്നു. അവസാനം ഒരു എനിക്ക് തോന്നുന്നു 4,000 കൗസിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവിടുന്ന്, അതുപോലെ ഒരു രാജ്യത്ത് നിങ്ങൾ ലോക ചരിത്രത്തിൽ കേട്ട് കാണത്തില്ല, അന്ന് ഈ GCC ബ്ലോക്കേഡ് ഉണ്ടാക്കിയപ്പോൾ ഖത്തർ അവരുടെ സർവൈവലിന് വേണ്ടിയിട്ട് അവർ ഇറാനിൽ നിന്നും ടർക്കിയിൽ നിന്നുമാണ് അവരുടെ ഫുഡ് ചെയിൻ സപ്ലൈസ് എല്ലാം അവർ വരുത്തിക്കൊണ്ടിരുന്നത്. അതേസമയത്ത് പശുവിന് പാലിന് സൗദിയിൽ നിന്നായിരുന്നു ഏറ്റവും കൂടുതൽ പാല് വന്നുകൊണ്ടിരുന്നത്. എനിക്ക് തോന്നുന്നു ഒരു 300+ പ്ലെയിൻസ് വിട്ടിട്ടാണ് അവർ 400 കൗസിനെ ഫ്രം ഓസ്ട്രേലിയ ടു ജർമ്മനി ടു നോർവേ അവിടെ നിന്നൊക്കെയാണ് കൊണ്ടുവന്നത്. അപ്പം അന്ന് ഈ ശരിക്കും ഖത്തറിനെ ഒറ്റപ്പെടുത്തിയ സമയത്ത് ട്രംപ് അവരുടെ കൂടെ കട്ടയ്ക്ക് നിന്നിരുന്നു. അതിന്റെ ഒരു സ്നേഹമാണിത്. നിങ്ങൾ കേട്ട് കാണാം, നമ്മുടെ പ്രിൻസ് തലാൽ, പണ്ടത്തെ സൗദിയിലെ ഒരു ക്രൗൺ പ്രിൻസ് ആയിരുന്നു, കുറച്ചുകൂടെ ഹൗസർസിലൊക്കെയാണ്. അദ്ദേഹത്തിന്റെ ഒരു ഇതുപോലെ ഒരു ആഡംബര പ്ലെയിൻ ഉണ്ടായിരുന്നു കൊണ്ട്. ആ പ്ലെയിൻ മേടിച്ചത് നമ്മുടെ ലക്ഷ്മി മിത്തൽ, നമ്മുടെ സ്റ്റീൽ ബിസിനസ് ചെയ്യുന്ന ഇന്ത്യയിലെ പുള്ളിക്കാരാണ് വാങ്ങിച്ചത്. അപ്പൊ ഇവരെ സംബന്ധിച്ചിട്ട് ഇതൊരു പിന്നെ രണ്ടാമതിന്റെ ഒരു എത്തിക്കൽ കാര്യം ചോദിച്ചു. ഗവൺമെന്റ് ഇവിടുത്തെ ഫെഡറൽ ഗവൺമെന്റ് ഇവിടുത്തെ അവർ ക്ലിയറൻസ് കൊടുത്താണ്, പെന്റഗൺ ക്ലിയറൻസ് കൊടുത്താണ്. ഇവിടെ യാതൊരു സെക്യൂരിറ്റി തൊട്ട് വേണ്ടത് ഇല്ല. ഇപ്പൊ ട്രംപ് എന്ന് പറയുന്നൊരു വ്യക്തി മാത്രമല്ല ഇത് ഇൻവോൾവ്. ഇതിന്റെ അടുത്ത് ഈ പറഞ്ഞ അഡ്മിനിസ്ട്രേഷൻ ഫുള്ളി ഇൻവോൾവ് ആണ്. ഇപ്പൊ എയർഫോഴ്സ് 1 ആയിട്ട് ഉപയോഗിക്കാനാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. എയർഫോഴ്സ് 1 എന്ന് വെച്ച് കഴിഞ്ഞാൽ വേൾഡിലെ ഏറ്റവും കൂടുതൽ എന്താ പറഞ്ഞ ഒരു ഹ്യൂമനെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു എയർക്രാഫ്റ്റ് ആണ് എയർഫോഴ്സ് 1. അപ്പൊ ഈ ഖത്തർ ഗവൺമെന്റിന്റെ ഈ ഒരു 747 എടുത്ത് എയർഫോഴ്സ് 1 ആക്കാനുള്ള ഉദ്ദേശമാണ് യഥാർത്ഥത്തിൽ പറയുന്നത്. അല്ലാതെ ട്രംപ് ഫാമിലിക്ക് ഉപയോഗിക്കാൻ വേണ്ടി ഉള്ള ഒരു കാര്യമല്ലത്. അപ്പോ ചുരുക്കി പറഞ്ഞാൽ ഖത്തറിനെ പോലൊരു വളരെ സമ്പന്നമായ ഒരു രാഷ്ട്രം, ഖത്തറിന് അവിടെ ഒരു മിഡിൽ ഈസ്റ്റില് GCCയിൽ ഒരു കീ റോൾ ഉണ്ട്. അതിപ്പോൾ നിങ്ങൾ പല കാര്യങ്ങൾ കണ്ടു കാണും. താലിബാനോട് നെഗോഷിയേറ്റ് ചെയ്യുന്ന ഉൾപ്പെടെ അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ അവർ ഇൻവോൾവ് ആയിട്ടുണ്ട്. അപ്പൊ അമേരിക്ക ഒരു കീ പാർട്ണറാണ് യഥാർത്ഥത്തിൽ ഖത്തർ. ഇപ്പൊ ഖത്തർ ഒരു അമേരിക്കൻ പ്രസിഡന്റിന് ഒരു ആഡംബര പ്ലെയിൻ പ്ലെയിൻ ഓഫർ ചെയ്തെങ്കിൽ അതിൽ യാതൊരുവിധമായ എത്തിക്കൽ ഇഷ്യൂ ഇല്ല. ട്രംപ് വീട്ടിൽ കൊണ്ടുവന്ന പ്ലെയിൻ അല്ലത്. അദ്ദേഹത്തിന് പ്രസിഡന്റായിട്ട് ഇരിക്കുമ്പോൾ സുരക്ഷിതമായിട്ട് യാത്ര ചെയ്യാനുള്ള ഒരു പ്ലെയിൻ ആണ്. അതും ദാറ്റ് ടു ബോയിങ് കൻ നോട്ട് മേക്ക് എ പ്ലെയിൻ ഫോർ ദ നെക്സ്റ്റ് 2 years or 3 years. സോ പുള്ളിക്കാരനത്തിന് ഈ പ്ലെയിൻ ഒത്തിരി പഴയതാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത് എയർഫോഴ്സ് 1. അപ്പൊ അതുകൊണ്ട് അതിൽ യാതൊരുവിധമായ എത്തിക്കൽ ഇഷ്യൂ ഞാൻ കാണുന്നില്ല. സെക്കൻഡ്, ഖത്തറിനെ സത്യം പറഞ്ഞ് ഞാൻ ഖത്തറിനോടുള്ള സ്നേഹം കൂടുതൽ എനിക്ക്. കാര്യം അമേരിക്കൻ പ്രസിഡന്റ് ഇത്രയും നല്ലൊരു ഗിഫ്റ്റ് അവര് ഓഫർ ചെയ്തപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്ത ട്രംപിനെയും ഞാൻ കുറ്റം പറയത്തില്ല. വി ഡു ദ സെയിം. ദാറ്റ്സ് ഇറ്റ്. അതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് ഇതിൽ. ഓക്കെ, താങ്ക് യു. ശ്രീ ഡാൻ മാത്യൂസ്, ഇപ്പോൾ ശ്രീ സുനിൽ വർഗീസ് പറഞ്ഞു
അതൊരു ആക്ട് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡാണ്. അതിപ്പോൾ ട്രംപിന് മാത്രമല്ല, ട്രംപ് ഫാമിലിക്ക് മാത്രമല്ല, അദ്ദേഹത്തിനും അതിൽ ഖത്തറിനോടൊരു സ്പെഷ്യൽ സ്നേഹം കൂടുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ എൻ്റെ ചോദ്യം ഇവിടാണ്, ഈസ് ദിസ് എ മാർക്ക് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്, അതോ ഒരു സോഫ്റ്റ് ജസ്റ്റർ ഓഫ് അഷ്വറൻസ്, ഒരു ഇൻഫ്ലുവൻസ്, എന്താ പറയുന്നത്, അവരുടേതായിട്ടുള്ള ഒരു ഇൻഫ്ലുവൻസ് അമേരിക്കയ്ക്ക് മേൽ കൊടുക്കാനുള്ള ഒരു സോഫ്റ്റ് ജസ്റ്റർ എന്ന് പറയുന്നവരും ഉണ്ടല്ലോ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഇത് എവിടെ നിൽക്കുന്നു? ക്രിസ്റ്റീന, താങ്ക്സ് ഫോർ ഹാവിങ് മീ. ഒരു നല്ല ഒരു സബ്ജക്റ്റ് ആണ്, പക്ഷേ ഇത് ഡിബേറ്റബിൾ ആണോ എന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം രണ്ടുപേര് പറഞ്ഞതുപോലെ ഇതിൽ യാതൊരു എത്തിക്സോ അല്ലെങ്കിൽ ഒരു കോമൺ ട്രാൻസാക്ഷൻ എന്നുള്ളത് കവിഞ്ഞ് അതിലും അധികമായിട്ട് അമേരിക്കയിലും ചില ലോ മേക്കേഴ്സ് ഇൻക്ലൂഡിങ് ബോത്ത് റിപ്പബ്ലിക്കൻസ് ആൻഡ് ഡെമോക്രാറ്റ്സ് ചില കാര്യങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്തു. പക്ഷെങ്കിൽ ഇത് അങ്ങനെ ഒരു വലിയ ഒരു ഹ്യൂജ് ഡീലായിട്ട് ഞാൻ കാണുന്നില്ല, അല്ലെങ്കിൽ അമേരിക്കയിലുള്ള ആൾക്കാർ സാധാരണ കാണുന്നില്ലെന്നാണ് എൻ്റെ അറിവ്. പക്ഷെങ്കിൽ വാട്ട് വി നീഡ് ടു ഡിസ്കസ്, ഇതിനേക്കാൾ എത്രയോ വലിയ കാര്യങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഓവൽ ഓഫീസിൽ പീറ്റർ അലക്സാണ്ടർ എന്ന് പറഞ്ഞ NBCയുടെ റിപ്പോർട്ടർ പറഞ്ഞു, വളരെ സൗത്ത് അമേരിക്കയിലെ എത്നിക് ക്ലൻസിങ്, ജനസൈഡൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അതിനിടയ്ക്ക് ചെന്ന് ഇതുപോലൊരു ചോദ്യം ചോദിച്ചു, ആർ യു ടേക്കിംഗ് ദ ഫ്ലൈറ്റ്, ആർ യു ടേക്കിംഗ് എ ഗിഫ്റ്റ് എന്നൊക്കെ ഉള്ളൊരു മൂഡ് ചോദ്യം ചോദിച്ചപ്പോൾ ട്രംപ് വാസ് റിയലി അപ്സെറ്റ് ടു ഹിം. വളരെ ദേഷ്യമായിട്ട് പുള്ളി സംസാരിച്ചു എന്നാണ് ഞാൻ മീഡിയയിൽ കണ്ടത്. കാര്യമെന്ന് പറഞ്ഞാൽ ഇത് അത്ര വലിയ കാര്യമൊന്നുമല്ല. പക്ഷെങ്കിൽ വാട്ട് വി നീഡ് ടു ഡിസ്കസ് നൗ ഈസ് അമേരിക്ക ഈസ് ബാക്ക്, അമേരിക്ക ഹാസ് എ പ്രസിഡന്റ്, ഡൊണാൾഡ് ട്രംപ് is the commander in chief and he is doing a great job. ഇപ്പോൾ നോക്കിക്കുക, എന്താണ് അമേരിക്കയിൽ കഴിഞ്ഞ 120 ദിവസം ആയി കഴിഞ്ഞപ്പോൾ അമേരിക്കയിലെ ഇല്ലീഗൽ ബോർഡർ ക്രോസിങ് ബൈഡന്റെ സമയത്ത് 20+ മില്യൺ ആൾക്കാർ വന്നുകൊണ്ടിരുന്നത് ഇപ്പോൾ 99.99% ആയിട്ട് കുറഞ്ഞു. ആരും അത് ഡിസ്കസ് ചെയ്യുന്നില്ല. ഇന്ത്യൻ ചാനലുകളോ അല്ലെങ്കിൽ ബോൾ ചാനലുകളോ അതൊന്നും ഡിസ്കസ് ചെയ്യുന്നില്ല. ഇപ്പോൾ തന്നെ ഗ്യാസ് പ്രൈസ് 25% ആണ് ഈ കഴിഞ്ഞ 90 ഡേയ്സ് ആയിട്ട് കുറഞ്ഞത്. അതിന്റെ പ്രൈസ് ഡിഫറൻസ് എല്ലായിടും റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്. അമേരിക്കയിൽ ഇപ്പോൾ 2 ജെൻഡറേ ഉള്ളൂ, മെയിൽ ആൻഡ് ഫീമെയിൽ. അതിനു മുമ്പ് പലതുണ്ടായിരുന്നു, അറ്റ്ലീസ്റ്റ് 35 ഡിഫറെന്റ് ജെൻഡേഴ്സ്, ഡിഫറെന്റ് കാറ്റഗറീസ് ഓഫ് ജെൻഡേഴ്സ്. അതെല്ലാം മാറി. അതുപോലെ തന്നെ പിന്നെ ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞത് ലോവസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻ ദ ലാസ്റ്റ് 4 years. പല കാര്യങ്ങളും ട്രംപിന്റെ 120 ഡേയ്സിൽ ട്രംപ് ചെയ്തു. ബിറ്റ്വീൻ അമേരിക്ക ഖത്താർ എന്ന് പറഞ്ഞ ഒരു സ്ട്രാറ്റജിക് പാർട്ട്നേഴ്സ് ആണ്. ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ ഖത്താറിലെ അൽ ഹദൻ എന്ന് പറഞ്ഞ ആ എയർഫോഴ്സ് ബേസ് ഇസ് വൺ ഓഫ് ദ ലാർജസ്റ്റ് എയർഫോഴ്സ് ബേസ് ആണ് മിഡിൽ ഈസ്റ്റിലുള്ള. ഏകദേശം 10,000-ൽ കൂടുതൽ അമേരിക്കൻ മിലിറ്ററി പേഴ്സണൽ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അമേരിക്ക $200 മില്യൺ മേളിൽ ഓരോ വർഷം അവിടുത്തെ ഓപ്പറേഷണൽ കോസ്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ ഖത്താറിന്റെ എല്ലാ രീതിയിലുള്ള മിലിറ്ററി സപ്ലൈസും അമേരിക്ക ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇത് അമേരിക്കയും ഖത്താറും തമ്മിലുള്ള ഒരു മ്യൂച്വൽ റെസ്പെക്റ്റും അതുപോലെ തന്നെ സപ്പോർട്ട് ടീച്ചറെന്നുള്ള അല്ലാതെ ഇതിലൊരു അൺഎത്തിക്കലായിട്ടുള്ള കാര്യങ്ങളൊന്നും നമുക്ക് കാണുന്നില്ല. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ ബോയിങ് 747 പ്രൊഡക്ഷന് 2020 അവർ ഡിസ്കണ്ടിന്യൂ ചെയ്തു. ബോയിങ് ഇറ്റ്സെൽഫ് ഇസ് ഗോയിങ് ത്രൂ സം ഹാർഡ്ഷിപ്പ്. അവരുടെ മാക്സ് 8 ഫ്ലൈറ്റുകൾ, മാക്സ് 800 അങ്ങനെയുള്ള ഫ്ലൈറ്റുകളൊക്കെ ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഇതിന്റെ പ്രൊഡക്ഷൻ മുന്നോട്ട് പോകുന്നില്ല. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, Air Force One is the most sophisticated plane in the face of the earth. അതിലെ സിസ്റ്റങ്ങളൊന്നും ഈ ഖത്താറിലെ 747-8 ഇല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കണം. ഖത്താർ എയർലൈൻസും ഇതുമായിട്ട് യാതൊരു കമ്പാരിസണും ഇല്ല എന്ന് നമുക്ക് മനസ്സിലാക്കണം. ശ്രീ മിഥുൻ, ഇപ്പൊ നമ്മൾ വീണ്ടും പറയുകയാണെങ്കിൽ ശ്രീ സുനിൽ വർഗീസ് പറഞ്ഞ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവാം. ഒപ്പം തന്നെ ഈ പറയുന്നത് പോലെ നിലവിലെ ഈ ബോയിങ് 747 ഒരു സ്റ്റാറ്റസ് എന്താണ്, അത് ഏത് രീതിയിൽ മാറ്റം വരുത്തി കഴിയുമ്പോഴാണ് അതൊരു എയർഫോഴ്സ് 1 ആയി ഉപയോഗിക്കാൻ പറ്റുന്നത്? ഇപ്പോൾ തന്നെ സെക്യൂരിറ്റി ക്ലിയറൻസ് എല്ലാം അത് കവർ ചെയ്തു എന്ന് പറയുന്നു. അതിനകത്ത് യാതൊരു തരത്തിലുള്ള എന്താ പറയുന്നത് ഹാംഫുൾ ആയിട്ടുള്ള ഡിവൈസസോ ഒന്നും ഇല്ല എന്ന് പറയുന്ന ഒരു ക്ലിയറൻസ് വന്നു എന്ന് പറയുന്നു. പക്ഷെ എന്നാൽ പോലും മറ്റൊരു രാജ്യത്തിന്റെ സമ്മാനം അത് എയർഫോഴ്സ് 1 പോലെ ലോകത്തെ ഏറ്റവും സുരക്ഷിതമായി ഉപയോഗിക്കേണ്ട ഒരു വാഹനമായി കൺവേർട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകാവുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ഇതിന്റെ ഒരു ചരിത്രം എന്താണ്? ലെറ്റ് മി ടെൽ യു എന്തുകൊണ്ട് 747 സെലക്ട് ചെയ്യാൻ സാധിച്ചു. ഇപ്പൊ ഞാൻ പറഞ്ഞ ആക്രി എയർക്രാഫ്റ്റ് എന്തോ ആയിക്കോട്ടെ, ദർ ആർ സോ മെനി എയർക്രാഫ്റ്റ്. നമ്മുടെ ശ്രീമൻ നരേന്ദ്രമോദിജി ഉപയോഗിക്കുന്ന 777 എയർക്രാഫ്റ്റ് ആണ്, ട്വിൻ എഞ്ചിൻ. എന്തുകൊണ്ട് 747? അമേരിക്കൻ എയർഫോഴ്സിന് ഗൈഡ് ലൈൻ ഉണ്ട്, ദാറ്റ് ഈസ് ലൈക്ക് ഹാസ് ടു ബി എ 4 എഞ്ചിൻ, മാൻഡേറ്ററി ആണ്. 4 എഞ്ചിനുള്ള എയർക്രാഫ്റ്റ് യൂസ് ചെയ്യാൻ പാടുള്ളൂ. അതുകൊണ്ടാണ് ഈ പറയുന്ന 747 എന്നുള്ള ഈ പറയുന്ന ആർക്കും വേണ്ടാത്ത എയർക്രാഫ്റ്റിലേക്ക് അമേരിക്ക ചെന്നുപെട്ടിരിക്കുന്നത്. ലെറ്റ് മി ടെൽ യു, ഇപ്പൊ ഈ കാലഘട്ടത്തിൽ എവറിബഡി, ഈ ഹെഡ് ഓഫ് സ്റ്റേറ്റ് ആയാൽ പോലും ലീൻ ആയിട്ടുള്ള എയർക്രാഫ്റ്റിലേക്ക് നമ്മൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്.
ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം എന്തുകൊണ്ട്? ഇറ്റ്സ് ലൈക്ക് ലാൻഡ് ചെയ്യാൻ വളരെ ഈസിയാണ്. ഇപ്പോൾ 747 നമുക്ക് ചെറിയ എയർപോർട്ടിൽ ലാൻഡ് ചെയ്യാൻ പറ്റില്ല. വി നീഡ് എ ഹ്യൂജ് റൺവേ ഫോർ ദാറ്റ്. അറ്റ്ലീസ്റ്റ് 2000 അല്ലെങ്കിൽ 3000 മീറ്റർ വേണം. ഇറ്റ്സ് നോട്ട് ഈസി. ആൻഡ് സെക്കൻഡ് തിങ് എന്ന് പറയുന്നത് പെട്ടെന്ന് നോട്ടീസ് ചെയ്യും ഈ 747 ഒരു ഫ്ലൈങ് ഫരി 747 ഫ്ലൈങ് ക്യൂ. ഒരു കാലത്ത് ഒരു രാജ്ഞിയായിരുന്നു. കൊച്ചിയിലെ ഒരു എയർപോർട്ടിലൊക്കെ ഞാൻ പലവട്ടം കണ്ടതാണ്. ഫ്ലൈങ് ടു ജിദ്ദ, കാലിക്കറ്റ് ആൻഡ് ഓൾ ദോസ്. ലൈക്ക് ഒരു ക്യൂറാണ്. അത് രസമാണ്. സർവം അത് മെയിൻറ്റെയിൻ ചെയ്യാൻ വളരെ പാടാണ്. ആരും കമേഴ്ഷ്യൽ എയർക്രാഫ്റ്റ് ആരും യൂസ് ചെയ്യാൻ പോകുന്നില്ല എന്ന്. കാരണം അത്രയധികം ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ യൂസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അതോടെ നിൽക്കട്ടെ. ഇനി ഇതാണ് മെയിൻ കാരണം. ഇത് എത്താനുള്ള കാരണം പറഞ്ഞല്ലോ. 4 വിങ്സ്, 4 എഞ്ചിൻ വേണം ഇൻ കേസ് ഓഫ് ട്വിൻ എഞ്ചിൻ ഫെയിലിയർ. പിന്നീട് ബാക്കപ്പ് എന്നാണ്. ഇനി അതിന്റെ ഇതിന്റെ ഈ പറഞ്ഞ എയർക്രാഫ്റ്റിന് ഒരു സൊഫിസ്റ്റിക്കേറ്റഡ് പറഞ്ഞു. വാട്ട് ഈസ് മെയിൻ റീസൺ? അത് എന്താ വേണ്ടത്? റീഫ്യൂലിംഗ് കേപ്പബിലിറ്റി വേണം ഈ പറഞ്ഞ എയർഫോഴ്സ് 1. അതാണ് കസ്റ്റമൈസേഷനിൽ ഈ പരിപാടി എളുപ്പമല്ല. ഇപ്പൊ നാളെ ട്രംപിന് ട്രാവൽ ചെയ്യാൻ പറ്റില്ല ഇതിനകത്ത്. മിനിമം 2 years വിൽ ടേക്ക് ടു കസ്റ്റമൈസ് ഇറ്റ്. റീഫ്യൂലിംഗ് വേണം. ദെൻ അമേരിക്കൻ പ്രസിഡന്റ് അവിടെ എന്താ ചെയ്യുന്നത്? ഹി നീഡ് ടു കോൺടാക്ട് ഓൾ ദ ഹെഡ് ഓഫ് സ്റ്റേറ്റ്സ്. അതായത് ഓഫീസാണ് ഇത്. സാധാരണ ഒരു കമേഴ്ഷ്യൽ എയർക്രാഫ്റ്റിൽ ആരാണ് സംസാരിക്കുന്നത്? പൈലറ്റും എയർ ട്രാഫിക് കൺട്രോളറും. ഇവിടെ ആരാണ് സംസാരിക്കാൻ പോകുന്നത്? ഹെഡ് ഓഫ് സ്റ്റേറ്റ്, ഇവിടുത്തെ മന്ത്രിമാര് സംസാരിക്കുന്നു. അതുകൊണ്ട് കമ്മ്യൂണിക്കേഷൻ വേണം. പിന്നെ എന്താ വേണ്ടത്? പിന്നെ വേണ്ടതെന്ന് പറഞ്ഞാൽ അത്യാധുനികമായിട്ടുള്ള കമഫ്ലേജ്. അതായത് ഒരു തരത്തിലും ഇതിനെ പിടിക്കപ്പെടാൻ പാടില്ല. ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിനെ ഒന്നും ഇത് തകർക്കാൻ പാടില്ല. അത്രയധികം കസ്റ്റമൈസേഷൻ 2 വർഷം എടുക്കാൻ പോവാണ്. ട്രംപിന് എത്ര വർഷം ബാക്കിയുണ്ട്? ഒരു 6 മാസം കഴിഞ്ഞിരിക്കുകയാണ്. 2 വർഷം, 2.5 വർഷം. ഈ എയർക്രാഫ്റ്റ് ട്രംപ് വീട്ടിൽ കൊണ്ടുപോകാൻ പോവാന്ന് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. മ്യൂസിയത്തിലേക്കാണ് പോകുന്നത്. ഗസ്റ്റുകൾ പറയാൻ പറ്റുമോ? ഇറ്റ്സ് ഗോയിങ് ടു മ്യൂസിയം. ഇപ്പൊ ഇനി നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് എന്താണ്? ഖത്തറിന് എന്താണ് വേണ്ടത്? ഈ മ്യൂസിയത്തിൽ പോകുന്ന ഇവിടെ എല്ലാവർക്കും അറിയാം, റേഗന്റെ കയ്യിൽ 707 ഉണ്ട്. ഇതിന് മുമ്പത്തെ ടേക്ക് എ സ്റ്റെപ്പ് ബാക്ക്, 90-ലാണ് ഈ പറയുന്ന പുതിയ 747 വന്നത്. അതിന് മുമ്പ് റേഗൻ കയ്യിലാണ് ഇപ്പം മ്യൂസിയത്തിലുണ്ട് 707. ആർക്കും പോയി കാണാം. ജോൺ എഫ് കെന്നഡി ആരംഭിച്ചു, റേഗനിൽ അവസാനിച്ചു. ഇറ്റ് വിൽ ബി ഇൻ എ മ്യൂസിയം. ഈ മ്യൂസിയത്തിൽ പോകുമ്പോൾ ഈ പറഞ്ഞ 747 കാണുമ്പോൾ ആരും ഖത്തറിനെ പറ്റി ചിന്തിക്കും. ഖത്തർ വെറുതെ ഒന്നും കൊടുത്തതല്ലായിരുന്നു. ഓക്കെ, നിങ്ങളവിടെ പോകുന്നു, ഓ മൈ ഗോഡ്, ഖത്തർ ഗിഫ്റ്റ് കൊടുത്തു. സ്റ്റാച്യു ഓഫ് ലിബർട്ടി ഫ്രാൻസ് കൊടുത്ത പോലെ തന്നെയാണ് ഇതിന്റെ അവസ്ഥ. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഇതാണ് വലിയ കാര്യം എന്ന് പറയുന്നത്. ഇപ്പൊ ഇത് വർഷങ്ങളെടുക്കും. $1 ബില്യൺ ആണ് ഇത് ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത് അമേരിക്ക. ട്രംപിന് വേണമെങ്കിൽ, ട്രംപ് ഒരു മിടുക്കനായ ഭരണാധികാരിയാണ്, ട്രംപിന് എനിക്ക് എതിർപ്പില്ല. പക്ഷേ ട്രംപ് പുള്ളപ്പ് ചെയ്യേണ്ടിയിരുന്നത് ബോയിങ്ങിനെയായിരുന്നു. പെട്ടെന്ന് കിട്ടണം. ഈ 2 വർഷം കൊണ്ട് ബോയിങ് എടുക്കാമല്ലോ. ബോയിങ്ങിന്റെ പ്രശ്നം എന്ന് പറയുന്നത് പാർട്സ് കിട്ടുന്നില്ല. പിന്നെ ഇതിൽ വർക്ക് ചെയ്യാനായിട്ട് സെക്യൂരിറ്റി ക്ലിയറൻസ് ഉള്ള ജീവനക്കാരെ ഈ പറഞ്ഞ എയർക്രാഫ്റ്റിൽ വെക്കാൻ പറ്റൂ. കാരണം അത്രയും ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു എയർക്രാഫ്റ്റ് അല്ലേ ആരെ സഞ്ചരിക്കുന്ന അമേരിക്കൻ പ്രസിഡന്റ്. അപ്പോൾ ട്രംപ് ചെയ്യേണ്ടിയിരുന്നത്, ഓക്കെ കൊണ്ടുവരാം, ഒരു മ്യൂസിയം പീസാണ്, എനിക്കൊരു ഗിഫ്റ്റ് കിട്ടി, ഒരു സേഫ്റ്റി പ്രോട്ടോകോളൊക്കെ മാറ്റി വെച്ച് 1-2 തവണ യാത്ര ചെയ്യുക, എന്നിട്ടൊരു മ്യൂസിയം പീസ് പോലെ എവിടെ കൊണ്ടുപോയി ഇടുക? അദ്ദേഹത്തിന് മ്യൂസിയത്തിൽ കൊണ്ടുപോവുക. $1 ബില്യൺ എന്ന് പറയുന്ന ഇത്രയും വലിയൊരു എമൗണ്ട് കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്തിട്ട് എത്ര വർഷം ട്രംപ് ഉപയോഗിക്കും? 1 വർഷം മാക്സിമം. അത് കഴിഞ്ഞ് അദ്ദേഹം പോകുമ്പോൾ കൂടെ കൊണ്ടുപോകും. ഇല്ലെങ്കിൽ എന്റെ ഫ്രണ്ട്സ് തന്നെ പറയട്ടെ, ഇല്ല എന്ന് പറയട്ടെ, അദ്ദേഹം വീട്ടിൽ കൊണ്ടുപോകുമെന്ന് പറയുന്നത്. ഇനി എത്തിക്സിനെ പറ്റി പറയാം. ഈ പറയുന്ന ക്രിസ്റ്റ്യൻ നമ്മൾ സംസാരിച്ചു. അമേരിക്കൻസിന്റെ ഏറ്റവും ഒരു ചോദ്യം എന്ന് പറയുന്നത് ഗിഫ്റ്റ് കിട്ടി, ബട്ട് വാട്ട് ഈസ് ട്രംപ് ഖത്തറിന്റെ എക്സ്പെക്ട് ചെയ്യാൻ പോകുന്നത് എന്താണ്? ഈ പറഞ്ഞ ഗ്രാറ്റിറ്റ്യൂഡ് മാത്രമല്ല, ട്രംപിന്റെ കുട്ടികളുടെ മിഡിൽ ഈസ്റ്റിലെ പ്രവർത്തനങ്ങളിൽ അമേരിക്കൻസിന് എല്ലാവർക്കും സംശയമുണ്ട്. ഇപ്പൊ എറിക് ട്രംപ്, പിന്നെ ജെറഡ് കുഷ്നർ, ഇവരൊക്കെ വർഷങ്ങളും മാസങ്ങളുമായിട്ട് ഖത്തറിലാണ് നിൽക്കുന്നത്. ദേ ആർ ഡൂയിങ്, അവരുടെ ഗോൾഫ് ക്ലബ് ഉണ്ടാക്കുന്നു, അവരവിടെ എന്താ പറയുന്നത്, 2ാമത് ഹോട്ടൽസ് ഉണ്ടാക്കുന്നു, ട്രംപ് ടവർ ഉണ്ടാക്കുന്നു. സോ ആൾക്കാർ ചിന്തിക്കുന്ന വാട്ട്സ് ഗോയിങ് ഓൺ? ഫാമിലി ബിസിനസ്. അതായത് എന്താ പറയുക, ബൈഡന്റെ ഏറ്റവും വലിയ പരാജയം എന്തായിരുന്നു? ഹണ്ടർ ബൈഡൻ. തല കുനിച്ച് ഇറങ്ങിപ്പോയില്ലേ ബൈഡൻ? കാരണം മകന് മാപ്പ് കൊടുക്കേണ്ട അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നു. കാരണം ഉക്രൈനുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, അദ്ദേഹത്തിന് പല സ്ഥലങ്ങളും പണം വന്നിരിക്കുന്നു. ഈ ഒരു അവസ്ഥയിലേക്ക് ട്രംപ് എത്താൻ പാടില്ല. കാരണം ബിസിനസ്സും ഫാമിലിയും ഫോറിൻ പോളിസിയും ഒരിക്കലും ബന്ധപ്പെടുത്താൻ പാടില്ല. ബന്ധപ്പെടുത്തി കഴിഞ്ഞാൽ ട്രംപ് എന്നുള്ള വ്യക്തി അമേരിക്കൻസിന് കൊടുത്തിരിക്കുന്ന ഒരു വലിയൊരു വാഗ്ദാനമുണ്ട്. ന്യൂ അമേരിക്ക, ഐ വിൽ മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗൈൻ. അമേരിക്ക ഇസ് മേക്കിംഗ് ഫോർ യു ഓർ ഫോർ ദ കോമൺ പീപ്പിൾ. ജനങ്ങൾ ചിന്തിക്കുന്നുണ്ട്. കാരണം താങ്കൾക്ക് 747 കിട്ടുന്നു, എന്റെ മക്കൾക്ക് അവരുടെ കോൺട്രാക്ട്സ് കിട്ടുന്നു. ഇറ്റ്സ് ഗോയിങ് ഓൺ. ഇതാണ് ഇവിടെ എത്തിക്സിന്റെ പ്രശ്നം. വേറെ ഒന്നുമില്ല. ട്രംപ് പറഞ്ഞാൽ മതി, അതായത് ഈ എയർക്രാഫ്റ്റ് ഒരു ഗിഫ്റ്റ് ആണ്, ഞാൻ പോകുമ്പോൾ കൊണ്ടുപോകും, ഐ എം നോട്ട് സ്പെൻഡിങ് $1 ബില്യൺ ഓൺ ദിസ് പറഞ്ഞ പ്രശ്നം അവസാനിച്ചു. പക്ഷെ അത് അദ്ദേഹം പറയുന്നില്ല. അതാണ് ചോദ്യം. ശ്രീ സുനിൽ വർഗീസ്, ഇപ്പൊ അങ്ങ് പറഞ്ഞ ആ കാര്യങ്ങൾ, അതിലെ എത്തിക്കൽ ഇഷ്യൂസ് ഇല്ല. അദ്ദേഹം പറയുന്നു അതിൽ എത്തിക്കൽ ഇഷ്യൂസ്
നേക്കാൾ കൂടുതൽ ഈ പറയുന്ന പോലെ ബിസിനസ് വേറെ, പൊളിറ്റിക്സ് വേറെ, ഫോറിൻ പോളിസി വേറെ, ഫാമിലി വേറെ, ഇതെല്ലാം കൂടെ കൂട്ടിക്കുഴച്ചുകൊണ്ട് ഇത് ബിസിനസ് ഏതാണ്, ഫാമിലി ഏതാണ്, ഞാനൊരു അഡ്മിനിസ്ട്രേറ്റർ ആണോ എന്നത് മറന്ന് പലപ്പോഴും ഒരു ബിസിനസ് ഡീല് പോലെ പല കാര്യങ്ങളും ട്രംപ് കണക്കാക്കുന്നു. ഇപ്പോൾ തന്നെ ഇങ്ങനെ ഒരു അദ്ദേഹം ചോദിക്കുന്ന ഇതുപോലെ ഒരു ആക്രി സാധനം വാങ്ങിച്ചിട്ട് $1 ബില്യൺ കൂടെ അതിൽ ചെലവഴിക്കേണ്ട കാര്യമുണ്ടോ എന്നാണ്. ഇതിൽ തന്നെ ഈ പറയുന്നത് പോലെ അമേരിക്കയിലെ ഒരു എന്താ പറയുന്നത് ഒരു പബ്ലിക് ഒരു കൺസേൺ ഇല്ലേ, അമേരിക്കൻ വോട്ടേഴ്സ് ഇതിനെക്കുറിച്ച് എന്താ ഇപ്പം ഇപ്പോൾ ഇവിടെ ഒരു അഭിപ്രായം വന്നത്, ഇപ്പോൾ ചില റിപ്പോർട്ടേഴ്സ് ചില പ്രധാനമായ കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ കൊണ്ടുപോയി ചോദ്യം ചോദിച്ചു എന്നാണ്. പക്ഷേ $1 ബില്യൺ എന്ന് പറയുന്നത് അതൊരു വലിയ തുകയാണ്. അപ്പോൾ ഇത്തരത്തിലൊരു സമ്മാനം വാങ്ങിക്കണോ, ആ വാങ്ങിക്കുന്നത് കൊണ്ട് വെറും സ്നേഹം മാത്രമാണോ ഖത്തർ കൊടുക്കുന്നത്, അതിനപ്പുറമായി അവർക്ക് എന്തെങ്കിലും ലക്ഷ്യങ്ങളുണ്ടോ, ഇതൊന്നും ചിന്തിക്കുന്നില്ല എന്നൊരു വശം കൂടിയുണ്ടല്ലോ. ശ്രീ സുനിൽ വർഗീസ്. ഇതൊരു നല്ല ഡിബേറ്റ്. അപ്പൊ എന്തായാലും അത് ഈ ഈ എത്തിക്കൽ പാർട്ടിലേക്ക് പോവാണെങ്കിൽ മിഷേൽ ഒബാമ ബ്രൂണൈ സുൽത്താന്റെ കയ്യിൽ നിന്ന് വലിയ സമ്മാനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. സൗദി കിങ്ങിന്റെ കയ്യിൽ നിന്ന് ഏകദേശം 1.1 or 1.2 മില്യൺ വർത്ത് ഗിഫ്റ്റ് വാങ്ങിച്ചിട്ടുണ്ട്. ഇതെല്ലാം പേഴ്സണൽ ഗിഫ്റ്റ് ഞങ്ങൾ ആലോചിക്കണം. ഓക്കെ, ജ്വല്ലറിയും കാര്യങ്ങളൊക്കെ. Then there are a lot of them. Even നമ്മുടെ മോദിജി നമ്മുടെ ബൈഡന്റെ വൈഫിന് ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ട് about $25,000-30,000 worth jewelry. അപ്പൊ നമ്മൾ ഞാൻ എന്റെ എത്തിക്സിലേക്ക് പോകുന്നില്ല. കാര്യം അമേരിക്ക പോലൊരു രാജ്യത്ത് ഒരിക്കലും ഇത്രയും അമേരിക്കൻ ലോകത്തിലെ ശക്തമായ രാജ്യം, അവിടുത്തെ ശക്തനായ ഒരു ഭരണാധികാരി, അദ്ദേഹത്തിന് ഒരിക്കലും ഒരു രാജ്യത്തിന്റെ ദയയിൽ ഒരു പ്ലെയിൻ കിട്ടേണ്ട ആവശ്യമോ അങ്ങനൊന്നും ഇല്ല. യു ഡോണ്ട് എക്സ്പെക്ട് ഇറ്റ്, ബട്ട് someone offered a gift and he said okay, I'll take it. I mean, നമ്മൾ ഈ ബിസിനസ്സും അദ്ദേഹം ഒരു കൺട്രിയുടെ സ്റ്റേറ്റിന്റെ ഹെഡാണ്. ഇതെല്ലാം കുട്ടികളിൽ ഇപ്പൊ ചില ആൾക്കാർ പറയും എൻഡ് ഓഫ് ദ ഡേ ഹി വാസ് എ ബിസിനസ് മാൻ ബിഫോർ ഹി ബിക്കം എ പ്രസിഡന്റ്. ദാറ്റ്സ് ഫൈൻ, നത്തിങ് റോങ് ഇൻ ഇറ്റ്. അപ്പം അദ്ദേഹം അത് അറിഞ്ഞിട്ടാണ് ആൾക്കാർ അദ്ദേഹത്തെ തെരഞ്ഞെടുത്തത് പ്രസിഡന്റായിട്ട്, രണ്ടാമത് വീണ്ടും തെരഞ്ഞെടുത്തു. ഓക്കെ, സോ നമ്മൾ അതിനെപ്പറ്റി ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ല, ഇവിടുത്തെ ഈ അമേരിക്ക പോലൊരു വലിയ രാജ്യം, അത്രയും ശക്തമായ ഒരു രാജ്യം, സാമ്പത്തികമായിട്ട് വളരെ മുമ്പിൽ നിൽക്കുന്ന ഒരു രാജ്യം, അവർക്ക് ആരുടെ മേഴ്സിയിൽ ഒരു പ്ലെയിൻ കിട്ടേണ്ട കാര്യമൊന്നുമില്ല. ഖത്തർ ഓഫേർഡ് എ പ്ലെയിൻ ആൻഡ് ഹി അക്സെപ്റ്റഡ് ഇറ്റ്. നത്തിങ് റോങ് ഇൻ ഇറ്റ്. അപ്പൊ അതിന്റെ അകത്ത് ഡിഫൻസ് ഡിപ്പാർട്ട്മെന്റ് ആൻഡ് പെന്റഗൺ അപ്രൂവ്ഡ് ഇറ്റ്. ഓക്കെ, ഗോ അഹെഡ് ആൻഡ് ഗെറ്റ് ഇറ്റ്. അപ്പം ഇതല്ലാതെ ഒരാളുടെ ഒരു തീരുമാനം മാത്രമല്ല ഇത്. പിന്നെ രണ്ടാമത് അദ്ദേഹത്തിന്റെ ഫാമിലി ബിസിനസ് ചെയ്യുന്നത്. So as I said, he was in a business family. അദ്ദേഹത്തിന്റെ മക്കൾ നാച്ചുറലി they are in business. There is nothing wrong in it. അവർ ദുബായിൽ ഗോൾഫ് കോർ ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ ഗോൾഫ് കോഴ്സ് ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ ഖത്തറിൽ ഉണ്ടാക്കുന്നു. ഇറ്റ്സ് ഓൾ their business. അപ്പൊ ഇത് നമ്മൾ ഈ അലിഗേഷൻസ് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മള് ഓൾ ഡേ ലോങ് നമുക്ക് അലിഗേഷൻസ് പറയാം. അദ്ദേഹം സ്റ്റേറ്റിന്റെ ഹെഡാണ്. അദ്ദേഹം പോകുമ്പോൾ അദ്ദേഹത്തിന് കൂടെ ഇപ്രാവശ്യം പോയത് അദ്ദേഹത്തിന്റെ മക്കൾ മാത്രമല്ല പോയത്, അദ്ദേഹത്തിനൂടെ പോയത് ഗൂഗിൾ സിഇഒ, ഓൾ ദ ബിഗ് ഇൻഡസ്ട്രീസിന്റെ ഹെഡാണ് പോയത് എല്ലാവരും. അപ്പം മിഡിൽ ഈസ്റ്റിലെ ടൂറിൽ പോയത്. അപ്പൊ നമ്മളത് അപ്രീഷിയേറ്റ് ചെയ്യുക. രണ്ടാമത് അദ്ദേഹം പറഞ്ഞു, ഇപ്പൊ നമ്മളൊരു ഇന്ത്യക്കാരാണ്, പക്ഷെ അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു, നമ്മളിപ്പോ അമേരിക്കയിൽ ജീവിക്കുന്ന ആൾക്കാരാണ്, അമേരിക്ക സിറ്റിസൺസ് നമ്മൾ ഇരിക്കുന്ന എല്ലാവരും, എനിക്ക് തോന്നുന്നു ഇതിന്റെ അകത്ത്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിട്ട് ഒരു ആപ്പിൾ, ഇഫ് യു ഗോയിങ് ടു കണ്ടിന്യൂ പ്രൊഡ്യൂസിങ് യുവർ പ്രോഡക്ട്സ് ഇൻ അതർ കൺട്രി, ഇറ്റ് ക്യാൻ ബി ഇന്ത്യ, ഇറ്റ് ക്യാൻ ബി ചൈന, യു ഹാവ് എ പ്രോബ്ലം. വാട്ട്സ് റോങ് ഇൻ ഇറ്റ്? കാര്യം മേക്ക് അമേരിക്ക ഗ്രേറ്റർ എന്ന് പറയുന്നത് അതിന്റെ ഒരു കാര്യമുണ്ട്. ഈ ബോർഡർ എല്ലാം പ്രൊട്ടക്ട് ചെയ്യുക, അതേ സമയത്ത് ഇതുപോലുള്ള ഇൻഡസ്ട്രി എല്ലാം തിരിച്ച് അമേരിക്ക കൊണ്ടുവരിക. അങ്ങനെയാണ് ഇവിടുത്തെ എക്കോണമി ഒന്ന് ക്ലിയർ ആക്കാൻ പറ്റുന്നത്. ഡെവലപ്പ് ചെയ്യാൻ പറ്റും. സോ നമ്മള് ഇതിന്റെ അകത്തുള്ള എത്തിക്കൽ പാർട്ടിലേക്ക് വേണ്ടി പോകണ്ട കാര്യം. അങ്ങനെ ഒരു കാര്യമേ പറ്റത്തില്ല. ഇതൊരു പേഴ്സണൽ സ്വന്തം വീട്ടിൽ ഗിഫ്റ്റ് കൊണ്ടുവച്ച പ്രസിഡന്റുമാരുടെ വൈഫുണ്ട്, ഇവിടെ ഭാര്യമാരുണ്ട് ഈ രാജ്യത്ത്. നിങ്ങൾ ആലോചിക്കണം, ഈ 1-2 മില്യന്റെ ജുവലറി കൊണ്ടുവച്ച ആൾക്കാരുണ്ട്. അല്ല, ഇവിടെ ചോദ്യം അതല്ല. 40 രൂപയുടെ സാധനം വാങ്ങിച്ചിട്ട് 40,000 രൂപ അതിന്റെ മേൽ ചെലവഴിച്ച് ഉപയോഗിക്കേണ്ട കാര്യമുണ്ടോ എന്നൊരു ചോദ്യം കൂടിയുണ്ട്. ഒരു ചെറിയ സാമ്പത്തികം കൂടെ അതിനകത്ത് വരുന്നുണ്ട്. അല്ല ക്രിസ്ത്യൻ, ഒരു കാര്യമുണ്ട്. ഈ ഒരു എയർഫോഴ്സ് വൺ ഒരു പ്ലെയിൻ ഉണ്ടാക്കണമെങ്കിൽ എന്റെ കോസ്റ്റ് എത്രയാണെന്ന് അറിയാം. അതിപ്പം ഞാൻ ടെക്നിക്കലി നോട്ട് എൻ എഞ്ചിനീയർ, ബട്ട് ഒരു എയർഫോഴ്സ് വൺ പ്ലെയിൻ ഉണ്ടാക്കണമെങ്കിൽ ബില്യൺസ് ഓഫ് ഡോളേഴ്സ് ചിലവാകും അതിൻ്റെ അകത്ത്. രണ്ടാമത് വെയിറ്റിംഗ് ടൈം. അപ്പം ഇപ്പൊ ഈ ഒരു പ്ലെയിനിൽ ഇതിപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇതിന്റെ 4 ഇതിന്റെ എഞ്ചിനീയറിംഗ് പാർട്ടിലേക്ക് ഞാൻ പോയിട്ടില്ല. പക്ഷെ സേഫ്റ്റി അല്ലാത്ത ഒരു കാര്യം ഒരിക്കലും അമേരിക്കൻ പ്രസിഡന്റിനെ ട്രാവൽ ചെയ്യാൻ ഇവിടുത്തെ ഡിഫൻസ് ഡിപ്പാർട്ട്മെന്റും പെന്റഗണും ഒരിക്കലും അനുവദിക്കത്തില്ല. അത് മനസ്സിലാക്കണം. ഈ പ്ലെയിൻ സേഫ് അല്ലെന്നുണ്ടെങ്കിൽ ഒരിക്കലും പുള്ളിക്കാരൻ ട്രാവൽ ചെയ്യാൻ സമ്മതിക്കത്തില്ല. രണ്ടാമത് ഈ 1 billion which is they're going to spend this $1 billion to make this as an Air Force One aircraft. അപ്പൊ അതൊന്നും എനിക്കറിയത്തില്ല. ഈ 1 billion ഒക്കെ വേണോ അതിൻ്റെ അകത്ത്. രണ്ടാമത് ഈ എയർപ്ലെയിൻ സേഫ്റ്റി അല്ലെങ്കിൽ there is no point for them to spend $1 billion to make it as an Air Force One plane. അതാണ് പറഞ്ഞത്. ഇപ്പൊ ഈ അമേരിക്കൻ ഡിഫൻസ് ഡിപ്പാർട്ട്മെന്റ് മോശക്കാരനും കാര്യങ്ങളും തോന്നുന്നുണ്ട്? ഒരിക്കലും ഇല്ല.
പെന്റഗൺ മോശമാണെന്ന് തോന്നുന്നുണ്ട്? ഒരിക്കലും ഇല്ല. അപ്പൊ അവര് 100% അവരുടെ സ്റ്റഡി നടത്തിക്കാണതിനെ പറ്റിയിട്ട്. ഞാൻ അതിനെ പറ്റി ഡീപ്പായിട്ട് പോയിട്ടില്ല. സോ പക്ഷേ 100% അതിനകത്ത് എനിക്ക് നല്ല വിശ്വാസമുണ്ട്. ഓക്കെ, മിഥുൻ, എനിക്ക് തോന്നുന്നു അതിനോട് ആഡ് ചെയ്ത് പറയാൻ തോന്നുന്നു. ആ പറഞ്ഞ കാര്യത്തോട് ആഡ് ചെയ്ത് എന്താണ് ഒത്തന്റിക് ആയിട്ട് പറയാൻ പറ്റുന്നത്? സുനിൽ സാറിന് പറഞ്ഞു എനിക്കൊരു ഗിഫ്റ്റ് കിട്ടുവാണെങ്കിൽ ഞാൻ വീട്ടിൽ വാങ്ങിച്ചു വെക്കാം. പക്ഷേ 1 ബില്യൺ എന്ന് പറയുന്നത് ഞാൻ ഉൾപ്പെട്ട ടാക്സ് പേ മണിയാണ്. ഓക്കെ, ആ $1 ബില്യൺ എന്താ 1 ബില്യൺ സ്മോൾ മണി, ഇറ്റ്സ് $1 ബില്യൺ കോസ്റ്റിംഗ്. ഈ ആക്ച്വൽ വാല്യൂ ഐ ടെൽ യു 4 ബില്യൺ ഡീലാണ് ഈ 747 ബോയിങ് ഒപ്പിട്ടിരിക്കുന്നത്. എൻഡ് ടു എൻഡ് കസ്റ്റമൈസേഷൻ വിൽ ബി ഗിവ് യു. അതായത് ബോയിങ് എയർക്രാഫ്റ്റ് കൊണ്ടുതരും, എയർഫോഴ്സ് ടെസ്റ്റ് ചെയ്യുക, പാസ് ചെയ്യുക, കൊടുക്കുക, അത്രയേ ഉള്ളൂ. 4 ബില്യൺ. അവിടെയാണ് 1 ബില്യൺ കൊടുത്ത് വാങ്ങാൻ പോകുന്നത്. എന്റെ അടക്കമുള്ള ടാക്സ് പേ മണിയാണ് കൊടുക്കാൻ പോകുന്നത്. എത്ര മാസത്തേക്ക്? ഒരു വർഷത്തേക്ക്. ഒരു വർഷം ഇങ്ങനെ എന്ത് ചെയ്യും? ട്രംപ് വീട്ടിൽ കൊണ്ടുപോകും, അല്ലേ? അപ്പൊ ഗിഫ്റ്റ് കിട്ടും. ഓക്കെ, അദ്ദേഹത്തിന് ഗിഫ്റ്റ് വാങ്ങാം, അതൊക്കെ റൈറ്റ്, ഒരു സംശയമില്ല, എന്തും വാങ്ങാം, വീട്ടിൽ കൊണ്ടുവെക്കാം. പക്ഷേ ഒരു ടാക്സ് പേയറുടെ പണം അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് എന്ത് അടിസ്ഥാനമാണുള്ളത്? എന്തിനു വേണ്ടിയാണ് ഇപ്പോൾ ഒരു 747 അല്ലെങ്കിൽ എയർഫോഴ്സ് 1ന്റെ ആവശ്യം? എന്താ ഇപ്പോൾ ഉള്ള 747 3 വർഷം ഉപയോഗിക്കാൻ പറ്റുന്ന റിപ്പോർട്ട് ഉണ്ടോ? കാരണം ഇപ്പോൾ റണ്ണിങ് ഉണ്ടല്ലോ ഫ്ലൈറ്റിന്, അതിന് ടെക്നിക്കൽ സ്നാക്ക് ഉണ്ടെന്ന് പറയുകയാണ് പെന്റഗൺ പറയുകയാണ്. ഈ എയർക്രാഫ്റ്റ് ഉപയോഗശൂന്യമാണ്, അടിയന്തരമായിട്ട് നമുക്കൊരു പെട്ടെന്ന് വേണമെന്ന് റിപ്പോർട്ട് ഉണ്ടെങ്കിൽ ട്രംപിന് ഞാൻ അനുകൂലിക്കാം. ഇത് റിപ്പോർട്ട് ഒന്നുമില്ല, ഇത് ഒരു ഫ്രണ്ട്ഷിപ്പിന് പുറത്തൊരു ഫ്ലൈറ്റ് കിട്ടി, അതിന് മുകളിൽ ടാക്സ് പേയർ പണം ഇടുന്നു. പീപ്പിൾ ക്യാൻ ബിലീവ് ഇറ്റ്. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, ശ്രീ ഡാൻ മാത്യൂസ്, നമുക്ക് സമയം വളരെ കുറവാണ്. 1 മിനിറ്റിൽ ഒരു കൺക്ലൂഷൻ. ഇപ്പൊ പറഞ്ഞത് കേട്ടല്ലോ അദ്ദേഹം. ഇവിടെ നമ്മൾ മിസ് ചെയ്ത പോയിന്റ് എന്ന് പറഞ്ഞാല് ഇത് ട്രംപിന് ഗിഫ്റ്റായിട്ട് കൊടുത്തതല്ല. ഇത് പെന്റഗണും US എയർഫോഴ്സും കൂടെ ചേർന്നാണ് ഈ പ്ലെയിൻ മേടിച്ചത്. അതുകൊണ്ട് ഇത് നത്തിങ് ടു ഡു വിത്ത് ട്രംപ് ഇത് റിട്ടയർ ചെയ്ത് ട്രംപിന് ഒരു പിന്നെ ലൈബ്രറി ഇല്ല. സിമി വാലിയിൽ റൊണാൾഡ് റീഗൻ ലൈബ്രറിയിൽ അതിനോ അവിടെ പഴയ എയർഫോഴ്സിന്റെ വൺ അവിടെ ഉണ്ട്. പക്ഷേങ്കിൽ ഇത് സ്റ്റാർട്ട് ചെയ്തത് ബൈഡൻ ആണ്. നവംബർ 2024 ബൈഡൻ ആണ് ഈ ഡീലിസ്റ്റ് ഖത്തറുമായിട്ട് സ്റ്റാർട്ട് ചെയ്തത്. അത് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ ക്യാരി ഓൺ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഓർക്കണം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അമേരിക്കയും ഖത്താറും തമ്മിലുള്ള സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പിന്റെ പുറത്താണ്. അവിടെ F-35, F-15 ഫൈറ്റർ ജെറ്റ്, MQ-9 അതുപോലുള്ള ഡ്രോണുകൾ, ഇതുപോലുള്ളതായ പല മിലിറ്ററി എക്യുപ്മെന്റും ഒക്കെ അമേരിക്ക ഖത്താറിന് കൊടുക്കുന്നുണ്ട്. ഖത്താറിന്റെ എക്സിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇന്ന് കാണുന്ന ഖത്താറിനെ ഖത്താർ ആക്കിയത് അമേരിക്കയും വെസ്റ്റേൺ വേൾഡും കൂടെ ആണെന്ന് നമുക്ക് മനസ്സിലാക്കണം. അപ്പോൾ തന്നെ അതിൽ ഇന്ത്യയും അതുപോലുള്ള നല്ല രാജ്യങ്ങളും ഒക്കെ ധാരാളം മാൻ പവർ, ഹ്യൂമൻ റിസോഴ്സ് കൊടുത്തിട്ടുണ്ട്. ദേ ആർ ഗ്രേറ്റ് പീപ്പിൾ, ദേ ആർ ഡൂയിങ് ദാറ്റ്. ഖത്താറിന്റെ ഇപ്പോഴത്തെ അവസ്ഥയിലേക്ക് എത്തിച്ചെല്ലാനുള്ള കാരണം അമേരിക്കയാണ്, അതുപോലെ തന്നെ വെസ്റ്റേൺ യൂറോപ്യൻ കൺട്രീസ് ആണ്. അതിനു വേണ്ടി ചോദിച്ചതുപോലെ ഒരു ടോക്കൺ ഓഫ് അപ്രീസിയേഷൻ എന്നുള്ള രീതിയിൽ ഇത് കൊടുത്തു. പക്ഷെങ്കിൽ ഇത് ഒരു എയർഫോഴ്സ് 1 ആയിട്ട് ഉപയോഗിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെ ഒരു കാര്യം മനസ്സിലാക്കണം, വേൾഡ് നെവർ അണ്ടർസ്റ്റുഡ് ഹൂ ട്രംപ് ഈസ്. ട്രംപിനെ ഒരിക്കലും ഒരു മനുഷ്യരും മനസ്സിലാക്കിയിട്ടില്ല, എസ്പെഷ്യലി മീഡിയ ഇതുവരെയും മനസ്സിലാക്കിയിട്ടില്ല. ഇപ്പോൾ നമ്മളെ കൊണ്ട് ഈ സംസാരിപ്പിക്കാൻ പോലും ട്രംപിന് കഴിഞ്ഞു എന്ന് പറയുമ്പോൾ ഹി ഈസ് മച്ച് സ്മാർട്ടർ ദാൻ us. അത് വേണം മനസ്സിലാക്കാന്. ഭൂമിയിലെ ലോകത്തിലുള്ള ഒരു രാജ്യക്കാരും ഒരു പ്രസിഡന്റുമാരും ട്രംപിന്റെ അൺപ്രഡിക്റ്റബിലിറ്റി ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല. അതുകൊണ്ട് ഹി മേക്ക് us to talk. The world is on scramble, but he is doing making America great again. ഓക്കെ, താങ്ക് യു. ഹോപ്പ്ഫുള്ളി അങ്ങനെ തന്നെ ആകാമെന്ന് കരുതാം. അപ്പോൾ നമ്മളെ കൊണ്ട്, നാട്ടുകാരെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ പറയിക്കുക എന്നുള്ളതാണോ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് പെട്ടെന്നൊരു സംശയം തോന്നി. എന്തെങ്കിലും ആകട്ടെ അത്. അപ്പോൾ ഇത് ഇനി അമേരിക്കൻ വോട്ടേഴ്സ് എങ്ങനെ കാണും, അമേരിക്കൻ പൗരന്മാരെങ്ങനെ കാണും? ഈ പറയുന്നത് പോലെ ഖത്തറിന് ഇത്തരത്തിലൊരു സമ്മാനം കൊടുത്ത് അവരുടെ മ്യൂസിയത്തിൽ സ്ഥാനം പിടിക്കുന്നത് കൊണ്ട് ഓരോ അമേരിക്കൻ പൗരനും അല്ലെങ്കിൽ ലോകത്തിൽ നിന്നുള്ള ഓരോ ടൂറിസ്റ്റും അത് കാണുമ്പോൾ ഖത്തർ കിടിലമാണ്, ഗംഭീരമാണെന്നൊക്കെ പറയാനുള്ള ഒരു നീക്കമാണോ എന്നൊക്കെ നമുക്ക് പല കാര്യങ്ങളും വീണ്ടും വീണ്ടും നമ്മുടെ സാധാരണക്കാരുടെ മനസ്സിലൊരു സംശയമായി അവശേഷിക്കും. എന്തായാലും വളരെ നന്ദി ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് ശ്രീ മിഥുൻ, ശ്രീ സുനിൽ വർഗീസ് ആൻഡ് ശ്രീ ഡാൻ മാത്യൂസ്. അപ്പോൾ ഒരു സമ്മാനം വലിയ പൊല്ലാപ്പൊന്നും ഉണ്ടാക്കിയില്ല എന്ന ഒരു വിഭാഗം അവകാശപ്പെടുമ്പോൾ സമ്മാനം അമേരിക്കൻ വോട്ടേഴ്സിനിടയിൽ അല്ലെങ്കിൽ ഒരു പൊതുസമൂഹത്തിനിടയിൽ ചില കാര്യങ്ങൾ, ചില ചർച്ചകൾ ഉയർത്തിവിടുന്നു എന്ന് തന്നെ പറയുന്ന മറ്റൊരു വിഭാഗമുണ്ട്. മാത്രവുമല്ല, ഇത്തരത്തിലൊരു സമ്മാനം അതെങ്ങനെയായിരിക്കാം ലോകം കാണുന്നത് എന്നതിനെക്കുറിച്ചും വരും ദിവസങ്ങളിലൊക്കെ നമുക്കറിയാം കൂടുതൽ അഭിപ്രായങ്ങളും ഒക്കെ. ഒപ്പം തന്നെ അമേരിക്കൻ ഭരണഘടനയിൽ അമേരിക്കൻ പ്രസിഡന്റ് അത്തരത്തിലൊരു ഗിഫ്റ്റ് വാങ്ങാൻ പറ്റില്ല എന്ന് എഴുതി വെച്ചിട്ടുണ്ട് എന്ന് വാദിക്കുന്നവരുണ്ട്. അപ്പോൾ ഈ വാദങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ. ഈ ആഴ്ചത്തെ ചർച്ച ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്ത ആഴ്ച മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. ടിൽ ദെൻ സ്റ്റേ സേഫ്.